അതിന് നല്ല തന്തയ്ക്ക് പിറക്കണം എന്ന് പറഞ്ഞാൽ അമ്മയെ വിശ്വാസം വേണം. സ്വന്തം അമ്മയെ വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും നെഞ്ചുറപ്പോടെ എന്ന് പറയും അതെന്റെ അച്ഛനാണ്. ഞാൻ 2001 വന്നു, യാദൃച്ഛികമായിട്ട് വന്നു പോയത്. അന്നു മുതൽ പറയുന്നല്ലോ എന്റെ അച്ഛൻ ജയനാണെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ ഇല്ലേ? എവിടെയെങ്കിലും ഞാനോ എന്റെ അമ്മയോ മാറ്റി പറഞ്ഞ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ തരാവോ? പറഞ്ഞ ഒറ്റ പ്രാവശ്യം പറഞ്ഞോട്ട് ആദിത്യം പറഞ്ഞു സോമൻ നായരുടെ മകനാണെന്ന് പറഞ്ഞു വന്നാൽ DNA എടുക്കാം. ഓക്കെ, ഞാൻ DNA എടുക്കാം, സോമൻ നായരുടെ മകനാണ്, ഞാൻ സമ്മതിക്കുന്നു. ഒന്ന് DNA എടുത്ത് താ, ഞാൻ ഒരാഴ്ചത്തെ അവധിയെ കൊടുക്കാൻ പറ്റൂ. ഈ ആദിത്യൻ എന്ന് പറഞ്ഞ വ്യക്തി ഞാനും തമ്മിൽ 9 വയസ്സിന് ശേഷമാണ് വ്യത്യാസമുണ്ട്. മനസ്സിലായല്ലേ? 80 ആദിത്യൻ ജനിക്കുന്നത്, ഞാൻ 71. അപ്പൊ 9 വയസ്സ് വ്യത്യാസമുള്ളൂ. ഞാൻ ജനിച്ച് 9 വർഷം കഴിഞ്ഞ് ജനിച്ച ഒരു പയ്യൻ വന്നിട്ട് പറയുവാണ് ഇതെന്റെ അച്ഛൻ സോമൻ നായരുടെ മകനാണെന്ന് പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കണോ? ഇത് കേരളത്തിലെ ജനങ്ങൾ പറയണം, മോളല്ല, കേരളത്തിലെ ജനങ്ങൾ പറയണം. ഞാൻ അത് വിശ്വസിക്കണോ? വിശ്വസിക്കണ്ട. എന്താ, അവൻ സോമൻ നായരുടെ മകനാണ് എങ്കിൽ അവൻ നെഞ്ചുറപ്പോടെ വന്ന് പറയണം ഞാൻ DNA എടുക്കാൻ തയ്യാറാണ്, ഇയാൾ എൻ്റെ അച്ഛൻ സോമൻ നായരുടെ മകനാണ്, എനിക്ക് ഉറപ്പുണ്ട്. ഈ ആദിത്യൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരുപാട് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, ഇയാൾ സീരിയൽ നടനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇന്റർവ്യൂവിലൊന്നും ഇവരാരും തന്നെ ഞങ്ങൾ സോമൻ നായരുടെ മക്കളാണെന്ന് പറയാറില്ല. ഞങ്ങൾ ജയന്റെ അനുജന്റെ മക്കളെന്നേ പറയും. ഞാനും ചോദിച്ചിട്ടുണ്ട് എന്തിനാ അങ്ങനെ പറയുന്നേ? എന്നാ പിന്നെ എനിക്ക് തിരിച്ചു പറയാം സോമൻ നായരുടെ ചേട്ടന്റെ മോനെന്ന് പറയാം ഇല്ലേ? സോമൻ നായരും അത്യാവശ്യം അല്ലെങ്കിലും ആവശ്യത്തിന് അദ്ദേഹവും പ്രശസ്തനാണ് ഇല്ലേ? അപ്പൊ സ്വന്തം അച്ഛനെ ചൂണ്ടി കാണിച്ചുകൊണ്ട് ഇതാണ് എൻ്റെ അച്ഛൻ എന്ന് പറയാൻ ചങ്കുറപ്പ് വേണം. മനസ്സിലായില്ലേ? ആ ചങ്കുറപ്പോടെ ഞാൻ പറയൂല്ലേ, നിങ്ങൾ വാ ഒരു DNA എടുക്കാൻ, നിങ്ങളുടെ ചെലവിന് ഞാൻ പൈസ തരാം. ഒരു ദിവസം മെനക്കെടാൻ എനിക്ക് രാവിലെ പോയാൽ വൈകുന്നേരം വരെ പോയാലേ 1200 ശമ്പളം. രാവിലെ ഞാൻ പോയാൽ രാവിലെ 9 മണിയിൽ വൈകിട്ട് 5:30 വരെ പണിയാൽ 1200 ശമ്പളം. ഇവർക്ക് ഞാൻ 10,000 ശമ്പളം കൊടുക്കാം ഒരു ദിവസത്തെ മെനക്കെട് വിളിക്കും.